എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. യേശു ലോകരക്ഷയിതാവെന്ന് വിശ്വസിക്കണം. യേശു വീണ്ടെടുപ്പുകാരനെന്ന് വിശ്വസിക്കണം. യേശു മഹാദൈവം എന്ന് വിശ്വസിക്കണം. യേശുവാണ് പാപപരിഹാരൻ എന്ന് വിശ്വസിക്കണം. യേശുവാണ് നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നത് എന്ന് വിശ്വസിക്കണം. ആ യേശുവിൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് വെച്ചാൽ ശിക്ഷയിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മുക്തി, ശാപത്തിൽ നിന്നുള്ള വിടുതൽ. ശാപത്തിന് വിടുതൽ വേണോ? രോഗസൗഖ്യം വേണോ? ശാപത്തിന് മുക്തി വേണമോ? യേശുവിൽ വിശ്വസിച്ചാൽ. പ്രിയ സഹോദരി, നീ ഭർത്താവിനെ അനുസരിച്ച്, ഭർത്താവിന് കീഴ്പ്പെട്ട്, ഭർത്താവിനെ ബഹുമാനിച്ച്, ഭർത്താവിനെ ഭയപ്പെട്ട് ഇരുന്നാൽ നിന്റെ കുടുംബത്തിന് സമാധാനമാണ്. യേശു പറയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ലോകത്തിന് സമാധാനമില്ല. ഒരു മാതാവ്, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. മക്കൾ മുഖാന്തരം മാതാപിതാക്കൾക്ക് സമാധാനമില്ല. എന്നാൽ സമാധാനം എവിടെ കിട്ടും? ക്രിസ്തുവിലുണ്ട് സമാധാനം. യേശുവാണ് സമാധാന പ്രഭു. യേശുവാണ് സമാധാനം തരുന്ന ദൈവം. ആ യേശുവിന്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അപ്പൊ സമാധാനം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കണം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. പ്രിയ സഹോദര, കഞ്ചാവ് നിന്നെ ഒരിക്കലും സമാധാനം തരത്തില്ല. സമാധാനം കഞ്ചാവ് തരത്തില്ല. ലഹരി പദാർത്ഥങ്ങൾ നിനക്ക് സമാധാനം തരത്തില്ല. സമാധാനം യേശുവിലുണ്ട്. യേശുവാണ് സമാധാന പ്രഭു. യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് സമാധാനം ലഭിക്കും. യേശു നിന്റെ ഉള്ളത്തിൽ വന്നാൽ നിനക്ക് സമാധാനം ലഭിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ എന്തുണ്ട്? സമാധാനമുണ്ട്. സമാധാനം വേണേ മക്കളെ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്ക. എങ്കിൽ എന്ത് ലഭിക്കും? നന്മയും ദീർഘായുസും ലഭിക്കും. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, നിനക്ക് നന്മയുണ്ടാകുവാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അപ്പൊ സമാധാനം ക്രിസ്തുവിലുണ്ട്. യേശുവാണ് സമാധാന പ്രഭു. യേശുവാണ് സമാധാനം തരുന്ന ദൈവം. ആ യേശു സമാധാന പ്രഭുവാണ്, സമാധാനം തരുന്ന ദൈവമാണ്. മറ്റൊരുത്തല്ലും രക്ഷയില്ല. മറ്റൊരുത്തല്ലും രക്ഷയില്ല. ഒരു രാഷ്ട്രീയക്കാരന് രക്ഷയില്ല. ഒരു പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇതിലൊന്നും രക്ഷയില്ല. രക്ഷ യേശുവിലേ ഉള്ളൂ. രക്ഷ യേശുവിലേ ഉള്ളൂ. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. എന്താണ് നിത്യജീവൻ? ഏകസത്യതയുമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. പിതാവാണ് സൃഷ്ടികർത്താവ് എന്നറിയണം. പിതാവാണ് സകലത്തിന്റെ അധികാരി എന്നറിയണം. യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് പിതാവെന്നറിയണം. ആ പിതാവിനെയും പുത്രനാണ് ലോകരക്ഷേതാവെന്നറിയണം. പാപപരിഹാരകൻ പുത്രനാണെന്ന് അറിയണം. അവസാനം ന്യായം വിധിക്കുന്നത് യേശുവാണെന്നറിയണം. അതാണ് നിത്യജീവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുവിൽ നിന്ന്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളിവിടെ നിർത്തുവാൻ വേണ്ടി പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. മറ്റോരത്തല്ലും രക്ഷയില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരിലും രക്ഷയില്ല. ഒരു പ്രമുഖന്മാരിലും രക്ഷയില്ല. ഒരു നേതാക്കന്മാരിലും രക്ഷയില്ല. രക്ഷ യേശുവിന് മാത്രമേ ഉള്ളൂ. യേശുവാണ് ലോകരക്ഷയിതാവ്. യേശുവാണ് വീണ്ടെടുപ്പുകാരൻ. യേശുവാണ് ഞങ്ങളുടെ ദൈവം. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് സമാധാനമുണ്ട്, നിനക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ വേണോ? ഈ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം. ഞങ്ങൾ ഇവിടെ നിർത്തിയാണ്. ആരെങ്കിലും ഈ യേശുവിനെ എനിക്ക് ആവശ്യമാണ്, യേശുവിനെ എനിക്ക് ആവശ്യമാണ്, എനിക്ക് ഈ നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പ്രാർത്ഥന പറഞ്ഞു തരും. അത് നിങ്ങൾ വിശ്വസിച്ച്
വാ കൊണ്ടേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? രക്ഷ ലഭിക്കും. ഇങ്ങനെ പറയുക, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു സ്വർഗത്തിൽ ദൈവമായിരിക്കെ കന്യകയായ മറിയത്തിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി, എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്റെ സകല പാപവും യേശു ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ സകല ശാപവും മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ സകല രോഗങ്ങളെ യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശു മാത്രം കർത്താവ്, യേശു മാത്രം രക്ഷിതാവ്, യേശു മാത്രം വീണ്ടെടുപ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് നടത്താൻ വേണ്ടി പോവുകയാണ്. സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവാം ദൈവമേ, ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവേ, ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഈ ദേശവാസികളെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിത്യജീവൻ ലഭിപ്പാൻ അങ്ങ് വഴി കാണിച്ചു കൊടുക്കണമെന്ന് കർത്താവേ. ദൈവമേ, എന്റെ കൂടെ വന്ന ഈ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് മാർഗങ്ങൾ വെളിപ്പെട്ടു വരുവാൻ അവരനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും യേശു ക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വണ്ടിത്തരത്ത് പോകണം, അങ്ങോട്ട് പോകാം. ഓക്കെ, വണ്ടിത്തരത്തോ അല്ലേ? ഇങ്ങോട്ട് പോകാം അല്ലേ?